നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ മാർച്ച് 16 മുതൽ 31 വരെയുള്ള കാലഘട്ടങ്ങളില് ഭാരതീയ ജ്യോതിഷ പ്രകാരം ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങളും ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും ഇവർക്കുണ്ടാകുന്ന ഫലങ്ങളും ഒക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അറിയുവാനും അടുക്കും ചിട്ടയോടെ മുന്നോട്ട് പോകുവാനും കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ചെറിയ കുട്ടികൾ, അതായത് ഒരു 5 വയസ്സിന് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാതാപിതാക്കൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിജയം ആണ് കാണുന്നത്. ഇപ്പോൾ വളരെ നല്ലൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക്. പഠിച്ച കാര്യങ്ങൾ, പഠന കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്ന ഒരു സമയമാണ്. മാതാപിതാക്കളോട് ഒരു കാര്യം പറയാനുള്ളത്, വിദ്യാർത്ഥികൾക്ക് അധികം സമ്മർദ്ദം കൊടുക്കരുത്. അവർക്ക് തന്നെ ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിദേശ സ്കോളർഷിപ്പുകൾക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റിയൊരു സമയമാണ്. സ്കോളർഷിപ്പ് ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്കൊക്കെ ചേരുവാനായിട്ടുള്ള ആദ്യ പടി എന്ന നിലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെല്ലാം ഏത് വിദ്യ അഭ്യസിക്കുന്നവർക്കും, അത് മുതിർന്നവരാകട്ടെ, നമ്മൾ ഒരു വിദ്യ അഭ്യസിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ വിദ്യയിൽ നിങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. വിജയിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവസരം നിങ്ങൾക്ക് വരുന്നതാണ്. ആ അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളും ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ്. സ്ത്രീക്കെന്നോ പുരുഷനെന്നോ മാറ്റമായിട്ട് നമ്മൾ പറയുന്നില്ല. കാർത്തിക നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് പറയുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ സ്ഥാനമാനങ്ങളും മുന്നേറ്റവും ഒക്കെ ഉണ്ടാവുന്നതാണ്. നല്ലൊരു അഭിപ്രായം വരുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ. സമൂഹത്തിലൊക്കെ ഉന്നത സ്ഥാനമൊക്കെ വരുന്ന ഒരു സമയമാണ്. ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചൊരു പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. സാമ്പത്തികപരമായിട്ടാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും നിങ്ങൾക്കൊരു ഉന്നതി ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നനച്ചിരിക്കാതെയുള്ള ഒരു ഭാഗ്യം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഈ മാർച്ച് 31 ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം വരുന്ന ഒരു സമയമാണ്. കാർത്തിക നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗ്രഹങ്ങളുടെ സ്ഥാനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. പുതിയൊരു വ്യക്തി ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. പുതിയൊരാൾ നിങ്ങളിലേക്ക് വരികയും ആ ആള് മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ചില ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾ വിദഗ്ധ ഉപദേശമൊക്കെ തേടുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയത്തിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോടതി വ്യവഹാരങ്ങളിലൊക്കെ, അതായത് കോടതി കേസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ രാജിയാവുന്നതാണ്. നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. കൃഷിക്കാരുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കൃഷി ലാഭം ഉണ്ടാവുന്ന ഒരു സമയമാണ്. പുതിയ കൃഷിവിളകളൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റിയൊരു സമയമാണ്. സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. കൃഷിക്കാർക്ക് സർക്കാരിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ നാൽക്കാലികളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയാനുണ്ട്. ചില ആളുകളുടെ ജീവിതത്തിൽ, അതായത് കാർത്തിക നക്ഷത്രത്തിലുള്ള ചില ആളുകളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് സർക്കാർ ഉദ്യോഗസ്ഥരാകാം, സാധാരണ ആളുകളാകാം. നിങ്ങളുടെ സ്ഥലത്തിനും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് നല്ലൊരു മാറ്റമാണ്. അതിനെ ഉൾക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ്. എങ്കിലും നിങ്ങൾ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾക്കത് നല്ലതായിട്ട് ഭവിക്കുന്നതാണ്. പല ആളുകൾക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥാനത്ത് നിന്ന് മാറാനൊരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതിനെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 23-ാം തീയതി നിങ്ങൾ വ്രതമെടുക്കുക. തിങ്കളാഴ്ച ദിവസം വ്രതമെടുക്കുക. വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ല വ്രതം, നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾ
ഭക്ഷണം ക്രമീകരിച്ചാൽ മതിയാകുന്ന, ഒരു നേരമാക്കാം, വെള്ളം മാത്രം കുടിച്ചേക്കാം, ഈ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടാകാം, പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടാകാം. എന്തായാലും നിങ്ങൾ ശാരീരികമായിട്ട് വ്രതമെടുക്കുമ്പോൾ നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല. ഈ വ്രതം എടുക്കുമ്പോൾ മാനസികമായിട്ടാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. മാനസികമായിട്ട് മറ്റൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യതിചലിക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ടെൻഷനുകൾ, കാര്യങ്ങൾ, സമ്മർദ്ദങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുക ആ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വ്രതം എടുക്കുക. ഒരു ദിവസം പൂർണ്ണമായിട്ടും വ്രതം എടുക്കാൻ കഴിയില്ല എങ്കിൽ, ഒരു വ്രതം എന്ന് പറയുന്നത് സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമനം വരെയാണ്. ആ വ്രതം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പാതി വെച്ച് നിർത്താവുന്നതാണ്. ഈ എത്ര നേരം നിങ്ങൾ വ്രതം എടുക്കുന്നു ആ സമയം മുഴുവനും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം. മറ്റുള്ളവരെ കുറിച്ചുള്ള കുശുമ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള വിഷമത, അങ്ങനെയുള്ള മനസ്സെപ്പോഴും ശാന്തമായിട്ട് കിടക്കണം. അങ്ങനെയാവണം നിങ്ങളുടെ ഒരു വ്രതം പൂർത്തിയാക്കേണ്ടത്. ഇല്ല എങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുകയില്ല. അതായത് നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് മതത്തിലെ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. ശബ്ദത്തിൽ ഉരുവിടുകയാണെങ്കിൽ, അത് കുറച്ച് ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള ശബ്ദത്തിൽ ഉരുവിടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം അത് ശബ്ദം പ്രകൃതിയിലേക്ക് ലയിച്ച് നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. നെഗറ്റീവ് എനർജികളെല്ലാം മാറിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ 27, 28 തീയതികൾ ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ഇഴജന്തുക്കളിൽ നിന്നൊക്കെയുള്ള ഒരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവുന്നതാണ്. വലിയ അപകടങ്ങളൊന്നുമല്ല, എങ്കിലും നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ശ്രദ്ധിച്ചു പോകുക എന്നുള്ളതാണ്, ചെറുതായാലും വലുതായാലും. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ മാർച്ച് മാസത്തെ അവസാന പകുതി എന്ന് പറയുന്നത് ഗുണങ്ങൾ ഏറെയുള്ള സമയമാണ്. എല്ലാം കൃത്യമായിട്ട് നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റമാണ് വരുന്നത്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിരിക്കുക. കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.